വെൽക്കം ബാക്ക് ടു അച്ചു വേദു വ്ളോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഷാഹി പനീർ കറിയുടെ റെസിപ്പിയാണ്. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായി കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ്. അത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഒരു 3 പച്ചമുളകും കൂടെയാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളിയാണ്. അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. പുളി നല്ല ഉണ്ടെങ്കിൽ നിങ്ങളിതിലും കുറവ് ഇട്ടാൽ മതി. ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ ടൊമാറ്റോസ് ഒന്ന് നന്നായി കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി കുക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലിഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ടൊമാറ്റോസ് ഒന്ന് മാഷായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വന്നതിന് ശേഷം നമ്മളിതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നമുക്കിതൊന്ന് അരച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട്. അപ്പോൾ നന്നായി ചൂട് പോകുന്നത് വരെ നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ നെയ്യും ഒഴിക്കുകയാണ്. നെയ്യ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം പട്ടയും, ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു 5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ബട്ടറും നെയ്യും ഇട്ടയിലിട്ടിട്ട് നന്നായിട്ടൊരു മിനിറ്റൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിച്ചൺ ഫുള്ള്. അപ്പോൾ ഇനി ഇത് റോസ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3-4 വലിയ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും കൂടെ ഇട്ടിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ആഡ് ചെയ്യാം. മല്ലിപ്പൊടി കുറച്ച് ആഡ് ചെയ്താൽ മതി. മുളക് പൊടി നേരത്തെ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട്, അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. പിന്നെ നമ്മൾ ഇതൊന്ന് പച്ചമണം മാറി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച തക്കാളിയും ഉള്ളിയുള്ള പേസ്റ്റില്ലേ അതും ആഡ് ചെയ്ത് കൊടുക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ആ വെള്ളത്തോട് കൂടെ എല്ലാ പേസ്റ്റും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഈ ഗ്രേവി അവിടെ കിടന്ന് നന്നായി ബോയിലായി വരണം. അപ്പോൾ ബോയിലായി വരുന്ന സമയത്ത് ഇതൊന്ന് ഹാർഡാവും. അപ്പോൾ നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി ഇതേപോലെ നന്നായി ബോയിലായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കൂടെ കസൂരി മേത്തി നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് അതും കൂടെ മുകളിലിട്ട് കൊടുക്കാം. ഈ കസൂരി മേത്തിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും പിന്നെ ഒരു 20 കാഷ്യൂ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേസ്റ്റും കൂടെ എടുത്തിട്ട് അത് രണ്ടും കൂടെ ഞാൻ ഈ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു റിച്ച് ഫ്ലേവർ തരും ഗ്രേവിക്ക്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇനി ഇതേപോലെ ബോയിലായി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവി നന്നായി ബോയിലായി വരുമ്പോൾ നല്ല തിക്കാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കറിലിട്ട് ബോയിൽ ചെയ്തതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് അത്രയും മതി, ഒന്ന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് മല്ലിയില ഇതൊക്കെ ആഡ് ചെയ്ത് പനീരും ആഡ് ചെയ്ത് സെറ്റാക്കാം. ഇനി ഒന്ന് ബോയിലായി വരുന്ന സമയത്ത് നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന്. എന്നിട്ട് ഒന്ന് നന്നായി തിളപ്പിക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന പനീർ. ഇത് ഏകദേശം 200 ഗ്രാം ഉണ്ട് കേട്ടോ.
ഇത് ഞാൻ ചൂടുവെള്ളത്തിലൊന്നും ഇട്ടില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കറിയിലോട്ട് ഇടുകയാണ്. ഫ്രീസറിലായിരുന്നു, ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് നന്നായി തണുപ്പാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. ഇനി ഒരു 6-7 മിനിറ്റ് നമ്മളിതുപോലെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഷാഹി പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്